ഡോക്ടർ CJ റോയ്, കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് ഓണർ, റെസ്റ്റ് ഇൻ പീസ്. നല്ലൊരു മനുഷ്യനായിരുന്നു. ഞാൻ കുറച്ച് ഇൻ്റർവ്യൂസൊക്കെ ആദ്യം ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ പ്രത്യേകം അദ്ദേഹത്തെ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഹി വാസ് ലൈക്ക് വെരി സെൻസിറ്റീവ് പേഴ്സൺ. സംസാരത്തിലൊക്കെ വളരെ ഹി വാസ് ഫീലിംഗ് ലൈക്ക് എ വെരി സെൻസിറ്റീവ് പേഴ്സൺ. എനിഹൗ ഇറ്റ് ഹാപ്പൻഡ്. സോ ഞാനെപ്പോഴും ചിന്തിക്കാറുണ്ട്, വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ലൈഫ്? പല ആൾക്കാരും നമ്മൾ ചെറുപ്പത്തിലെ നമ്മുടെ സ്കൂളുകളിൽ നിന്നും അല്ലെങ്കിൽ സൊസൈറ്റിയൊക്കെ പഠിപ്പിച്ചു വിടുന്നത്, നിങ്ങൾ ഒരുപാട് പഠിച്ച് ഒരുപാട് വലിയ ഉദ്യോഗം നേടി, അല്ലെങ്കിൽ അതിൻ്റെ വേറൊരു വർഷം എന്ന് വെച്ചാൽ ഒരുപാട് പൈസ ഉണ്ടാക്കി, ഒരുപാട് സൊസൈറ്റിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്ത്, ഒരുപാട് നിങ്ങളുടെ ഫാമിലിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്. പക്ഷേ അതൊക്കെയാണോ ദ പർപ്പസ് ഓഫ് ലൈഫ്? ലൈഫിൻ്റെ അർത്ഥം അതൊക്കെയാണോ? നത്തിങ്. ഞാൻ എൻ്റെ ഒരു ഇതിൽ ഞാൻ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്, ലൈഫിൻ്റെ ഫസ്റ്റ് ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ ഫസ്റ്റ് പർപ്പസ് ഓഫ് ലൈഫ് ഏതൊരാളുടെയും, അതാണോ പെണ്ണോ കുട്ടികളോ വലിയ ആരോ ആയിക്കോട്ടെ, പണക്കാരനോ അല്ലെങ്കിൽ പാവപ്പെട്ടവൻ ആരോ ആയിക്കോട്ടെ, ലൈഫിൻ്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ ടു ലിവ് യുവർ ലൈഫ്. നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ജീവിതം നിങ്ങൾ ജീവിക്കുക. ദാറ്റ്സ് ഇറ്റ്. അതിനപ്പുറം ഒന്നുമില്ല. അതിൽ ഉൾപ്പെട്ടതാണ് നന്നായിട്ട് പറ്റുമെങ്കിൽ നല്ല ഭക്ഷണം കഴിക്കുക, ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കുക, നന്നായിട്ട് കിടന്നുറങ്ങുക, ഓക്കെ, എണീച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാര്യങ്ങൾ ചെയ്യുക, മുന്നോട്ട് പോവുക. ദാറ്റ്സ് ഇറ്റ്. എൻജോയ് ലൈഫ്. ഇതാണ് എൻജോയ് ലൈഫ്. അല്ലാതെ ഈ പറഞ്ഞ ഈ നമ്മുടെ മരിച്ച ആൾ തന്നെ പല ഇൻ്റർവ്യൂവിലും പറയുന്നത്, എൻ്റെ ലൈഫിൽ ഇനി എനിക്ക് ഡ്രീംസ് ഒന്നുമില്ല, എല്ലാം ഫുള്ളായി. ഞാൻ 36-ാം വയസ്സിൽ ഫ്ലൈറ്റ് വാങ്ങി, അല്ലെങ്കിൽ ഞാൻ ബുഗാട്ടി വാങ്ങി, ഞാൻ റോൾസ് റോയ്സ് വാങ്ങി. ഇതൊന്നല്ല പർപ്പസ് ഓഫ് ലൈഫ്. നെവർ. ഇതാണ് മിസ്റ്റേക്ക്. നമ്മുടെ സൊസൈറ്റിൻ്റെ, ഐ വുഡ് ലൈക്ക് ടു സേ, നമ്മളെ ജീവിക്കുന്ന ചുറ്റുപാടിലെ നമ്മുടെ സമൂഹം നമ്മളെ പഠിപ്പിച്ച് വെച്ചിരിക്കുന്നത് ഇങ്ങനെയൊക്കെയാണ്. അതുകൊണ്ടാണ് അയാൾ പറഞ്ഞത് എൻ്റെ ഡ്രീംസ് ഒക്കെ ഫുള്ളായി. അതൊക്കെയാണോ ഡ്രീംസ് മനുഷ്യൻ്റെ? അല്ല, അയാൾ ഇങ്ങനെ പറഞ്ഞിട്ട് വേറൊരു വർഷം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഐ വുഡ് ബി എഗ്രി. ലൈക്ക് ഇപ്പം എനിക്ക് ഇന്ന സ്ഥലങ്ങൾ കാണുന്നുണ്ടായിരുന്നു, എനിക്ക് ഇന്നടുത്ത് പോകാൻ പറ്റിയിരുന്നു, ഇതൊക്കെ. അങ്ങനെയല്ല. അദ്ദേഹം പറഞ്ഞ എൻ്റെ ലൈഫിലെല്ലാം ഫുള്ളായി. നെവർ. മനുഷ്യൻ ഒരിക്കലും അങ്ങനെ ഫുള്ളാകുന്ന ഒരാളല്ല. ഒരു ഹ്യൂമൻ ബീയിങ് ലെവലുള്ള ഒരാൾക്ക് ഒരിക്കലും അങ്ങനെ ഫുള്ളാവത്തില്ല. ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്ന റിവർ പോലെയാണ്. നമ്മളിങ്ങനെ ഇനിയും ഒഴുകിക്കൊണ്ടേയിരിക്കും, ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കും. നമുക്ക് എത്ര കിട്ടിയാലും മതിയാവില്ല. സോ ദാറ്റ്സ് എ പാർട്ട്. അപ്പം ഞാൻ പറയാൻ വന്നത് ലൈഫിൻ്റെ പർപ്പസ്, ഇത് ബേസിക് ആയിട്ടുള്ളൊരു കൺസെപ്റ്റാണ്. ആൻഡ് ഇറ്റ് ഈസ് റിലേറ്റഡ് ടു അവർ മെൻ്റൽ ഹെൽത്ത് ഓൾസോ. മെൻ്റൽ ഹെൽത്ത്, മെൻ്റൽ വെൽബീയിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കരമായിട്ട് പിന്നെ കോൺഫിഡൻ്റ് ആയിട്ട് നമ്മൾ കോൺഫിഡൻ്റ് ആവുക, അല്ലെങ്കിൽ നമ്മൾ അത് നേടിയെടുക്കും, ഇത് നേടിയെടുക്കും, ഞാൻ അത് ചെയ്യും, ഇത് ചെയ്യും, അങ്ങനെ ഒന്നുമല്ല. നത്തിങ്. ലൈഫിൻ്റെ മെൻ്റൽ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ, മെൻ്റൽ വെൽബീയിങ് എന്ന് പറഞ്ഞാൽ ടു മെയിൻറ്റെയിൻ എ സ്റ്റേബിൾ മൈൻഡ് സെറ്റ്. നമ്മൾ സ്റ്റേബിൾ ആയിരിക്കണം. അതായത് വലിയൊരു സൗഭാഗ്യം വരുമ്പോൾ നമ്മൾ ഭയങ്കര ആർമാദിച്ച് ആർത്തുല്ലസിച്ച് ഞാൻ അതൊക്കെ നേടി ഇതൊക്കെ നേടി എന്ന് പറയുന്നതുമല്ല. വലിയൊരു വീഴ്ച വന്ന് നമ്മൾ ഇടിഞ്ഞു പൊളിഞ്ഞാൽ കരഞ്ഞ് നിലവിളിക്കുന്നതല്ല. ജസ്റ്റ് ബി ഇൻ എ സ്റ്റേറ്റ് ഓഫ് കാംനെസ്. നിങ്ങൾ എന്താണോ നിങ്ങളുടെ ബേസിക് ക്യാരക്ടർ, അതിൽ തന്നെ നിൽക്കുക. നമ്മൾ ചില ആൾക്കാർ പറയാറില്ലേ, പിന്നെ പൂത്ത പൈസ ഉണ്ട്, അയാൾ ഇപ്പോൾ ഓട്ടോറിക്ഷയിലാണ് കയറി പോവാൻ. ദാറ്റ്സ് ഇറ്റ്. മീൻസ് അയാൾക്ക് വേണ്ട, അയാൾ ആഗ്രഹിക്കുന്നത് അയാൾ പണ്ട് പോയതുപോലെ പോകാനാണ്. ലെറ്റ് ഹിം ബി. അപ്പോൾ നമ്മളെ